ഇന്നത്തെ ഭഗവത്ഗീത സന്ദേശം ആർട്ട് ഓഫ് വർക്കാണ്. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ 47-ാം ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നതാണ് ഇവിടുത്തെ സാരാംശം. ഇവിടെ കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ. ഒരാളുടെ സ്വാർജിതമായ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മത്തെ നിയത കർമ്മം എന്ന് വിളിക്കുന്നു. ആധികാരികമല്ലാത്ത കർമ്മത്തെ സ്വേച്ഛാനുസൃത കർമ്മം എന്ന് വിളിക്കുന്നു. നിഷ്ക്രിയത്വം എന്നാൽ തൻ്റെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കലുമാണ്. ഒരാൾ നിഷ്ക്രിയനാകരുതെന്നും അതുപോലെ ഫലപ്രതീക്ഷ കൂടാണ്ട് തൻ്റെ നിയത കർമ്മം നിർവഹിക്കണമെന്നും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. കർമ്മഫലത്തിൽ ആകൃഷ്ടനായാൽ അയാൾ കർമ്മത്തിൻ്റെ ഹേതുഭൂതനാകുന്നതാണ്, കൂടാതെ ബന്ധന ഹേതുവാകുന്നതുമാണ്. കർമ്മഫലം സുഖമായാലും ദുഃഖമായാലും അനുഭവിച്ചേ തീരൂ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ 3 വിധമാണുള്ളത്: ദൈനംദിന കർമ്മം, നൈമിത്തിക കർമ്മം, സ്വേച്ഛാപ്രകാരം ചെയ്യുന്ന കർമ്മം എന്നിങ്ങനെ 3 തരമുണ്ട്. ധർമ്മത്തിലധിഷ്ഠിതമായി നിത്യകർമ്മങ്ങൾ സ്വന്തം കർത്തവ്യമായി കരുതി ഫലപ്രതീക്ഷയില്ലാതെ അനുഷ്ഠിക്കുന്നതാണ് സത്വഗുണത്തിലുള്ള പ്രവൃത്തി. വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്, പക്ഷേ ഫലപ്രതീക്ഷയോടെ ആകരുത്. വിധിക്കപ്പെട്ട കർമ്മം അനാസക്തിപൂർവ്വം നിർവഹിച്ചാൽ അയാൾ മുക്തിമാർഗത്തിലേക്ക് എത്തുന്നതാണ്. കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ആസക്തിയുടെ മറ്റൊരു വശമാണ്. അത് മോചനമാർഗത്തിൽ എത്തിക്കുന്നതുമല്ല. നിഷ്ക്രിയത്വം പാപമാണ്. അതിനാൽ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം.